ഹായ് വ്യൂവേഴ്സ്, ഫ്രണ്ട്സ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്. നിങ്ങളെല്ലാവരെയും ജിയോ കിച്ചൺ ടൂർ വൈബ്സ് എന്ന കുക്കറി ചാനലിലേക്ക്, യൂട്യൂബ് കുക്കറി ചാനലിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യാണ്, ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു വിഭവം ചിക്കൻ വിഭവമാണ്. ചിക്കൻ ആണെങ്കിൽ കറിയൊന്നുമല്ല, ഒരു കബാബാണ്. സീഖ് കബാബ് എന്നാണ്. സീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്യൂർ ഉണ്ടല്ലോ, സ്ക്യൂർ, ഇതിൻ്റെ മുകളിൽ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൈകൊണ്ട് ഇങ്ങനെ പറ്റിച്ച് വെക്കും. എന്നിട്ട് ഇതിനെ ബാർബക്യൂ അല്ലെങ്കിൽ നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കും. അതാണ് ഇതിന് സീഖ് കബാബ് എന്ന് പറയാൻ കാരണം. ഇത് ബാക്കി ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഏറ്റവും ആദ്യം ഞാനൊരു കാര്യം ചെയ്യാനുള്ളത്, ഇത് നമ്മൾ 500 ഗ്രാം മീറ്റാണ്, വിത്തൗട്ട് ബോണാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 2/3 ഭാഗം ഞാൻ ആക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ആക്കിയിരിക്കുകയാണ്. മിക്സ് ചെയ്താൽ ഇത് ചോപ്പറിലാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ്. അതിപ്പോൾ ഞാൻ മീൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മീൻസ് ചിക്കനായി. പിന്നെ ഇത് സവാള, ഇതൊരു മീഡിയം 2 സവാളയുണ്ട്. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ ചെറുതായിട്ട് ഫൈനലി ചോപ്പ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഉപ്പ് ഇടുക. ഉപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് സമയം വെച്ച് ഇളക്കി വെച്ചതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ തുണിക്കകത്ത് ഇട്ട് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ മതി. ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് മാറ്റണം, അതാണ് ആവശ്യം. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് 1-2 ഗ്രൈൻഡ് ചെയ്യാനുണ്ട്, അരയ്ക്കാനുണ്ട്. അതിൽ പച്ചമുളകാണ്, ഒരു 3 പച്ചമുളക് ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഇത് ഒരു 6-7 വെളുത്തുള്ളിയാണ്, ഗാർലിക്കാണ്. പിന്നെ 1 ഇഞ്ച് ഇഞ്ചിയുണ്ട്. പിന്നെ ഇത് മല്ലിയിലയാണ്, ഫ്രഷ് കൊരിയാണ്ടർ. ഇത് പുതിന ഇലയാണ്. ഇതിൻ്റെ കളർ മാറിയിരിക്കുന്നത്, ഇത് വിനാഗിരി വെള്ളത്തിൽ ഇട്ടിട്ട് വിഷം കളഞ്ഞു വെച്ചിരിക്കുന്നതാണ് രണ്ടും, അതുകൊണ്ടാണ് കളർ മാറിയിരിക്കുന്നത്. ഇനി അല്പം ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്യാം. അല്പം വെള്ളം വേണ്ടി വരുന്നുണ്ട്. വെള്ളത്തിന് പകരം ഞാനിവിടെ ഓയിലാണ് ചേർക്കുന്നത്. വെള്ളം ചേർത്താൽ ശരിയാവില്ല. കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്രൈൻഡ് ചെയ്യാം. ഈ മിക്സ് ചെയ്യുന്ന ഇതിനെല്ലാം നമ്മൾ ഞാനിപ്പോൾ ചോപ്പറാണ് ഉപയോഗിച്ചത്. നമ്മുടെ വീടുകളിലുള്ള മിക്സിയൊക്കെ ചോപ്പറുണ്ടാവും എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ബ്ലേഡ്, ഇതിൻ്റെ ബ്ലേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിലുള്ള ബ്ലേഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ചോപ്പറാണെന്നാണ്. അപ്പോൾ ചോപ്പർ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. പ്രത്യേകിച്ച് ഇതേമാതിരിയുള്ളതൊന്നും വേണമെന്നില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിത് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊരു വലിയ ബൗളിലേക്ക് ഇടുകയാണ്. ഇത് ഈ അരിഞ്ഞ അരപ്പിൻ്റെ അകത്തേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒനിയൻ, കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒനിയനും ചേർക്കാം. ഈ കബാബ് പലതരത്തിലുള്ള കബാബ് ഉണ്ട് കേട്ടോ. ഇത് സീഖ് കബാബ്, ഇങ്ങനെ സ്ക്യൂറിൽ വെക്കുന്നതിന് സീഖ് കബാബ് എന്ന് പറയും. വേറെ ഇതിൻ്റെ ഇറച്ചി കഷ്ണങ്ങൾ, ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും മട്ടൺ ആണെങ്കിലും വെക്കുന്നതിന് ബോട്ടി കബാബ് എന്ന് പറയും. അത് കഷ്ണങ്ങൾ തന്നെയായിരിക്കും. കണ്ടോ, സവാള നമ്മൾ പിഴിഞ്ഞെടുത്തതിൻ്റെ ഗുണമാണ്. ആവശ്യമില്ലാത്ത വെള്ളം ഉണ്ടാവില്ല, അതാണ് അതിൻ്റെ ഗുണം. അപ്പോൾ നമ്മളെ സവാള കട്ട് ചെയ്തതും നമ്മുടെ ചിക്കൻ മീൻസ് ചെയ്ത് രണ്ടും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനിയും നമ്മൾ കുറച്ച് ഐറ്റങ്ങളൊക്കെ ഇതിൽ ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇത് മല്ലിപ്പൊടിയുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി,
1 ടീസ്പൂൺ മുളക് പൊടിയുണ്ട്, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയുണ്ട്, പിന്നെ 1 ടീസ്പൂൺ റോസ്റ്റഡ് ജീരകപ്പൊടിയുണ്ട്. പിന്നെ നമുക്ക് ചേർക്കാനുള്ള ഫ്രഷായിട്ട് പെപ്പറാണ്, ബ്ലാക്ക് പെപ്പർ, കുരുമുളക് പൊടിച്ചത് ഫ്രഷായിട്ട് ഇത് ചേർക്കുകയാണ് നമ്മൾ. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. ഇത് നമ്മുടെ പച്ച ബ്രെഡ് തന്നെ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് ബ്രെഡ് ക്രംസ്. ഇനി ആവശ്യമുണ്ട് ഇനിയും നമുക്ക് ചേർക്കാം. ഇനി ഇത് മാറ്റിയിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ച് ചേർക്കേണ്ടി വരും. നമ്മളിത് ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. ഇത് ഇല്ലെങ്കിൽ വേണമെന്ന് നിർബന്ധമില്ല. അത് നമ്മുടെ ഏതെങ്കിലും നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിലും മതി. ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാർബക്യൂ നമ്മൾ തീ കത്തിച്ചിട്ടുള്ള അതിലും നമുക്ക് ആക്കിയെടുക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് നമുക്കുണ്ട് ഇതാക്കാനുള്ളത്. ഇനി നമ്മുടെ സീഖ് കബാബിന് ഏറ്റവും വേണ്ട സ്ക്യൂറാണ്. ഇപ്പം ഞാൻ ഒന്നാക്കിയിട്ടുള്ളത് എങ്ങനെ ആക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. ഒരു 3-4 എണ്ണം എടുത്തിട്ട് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇടുക. റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം നമ്മുടെ അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ഇതിലിങ്ങനെ റോള് ചെയ്യുക. ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ട് ഇതിന് ശേഷം ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ കബാബ് മീറ്റ് ഇത് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമുക്കിനി ഇത് തുടങ്ങിക്കളയാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരൽപ്പം നെയ്യാണ് ഇതിൽ പുരട്ടുന്നത്, നമ്മൾ പശു നെയ്യ്. നമ്മുടെ അടുത്ത നടപടി ഇനി ഈ സ്ക്വയറിൽ സീഖ് കബാബ് ആക്കുക എന്നുള്ളതാണ്. അതിന് കയ്യിൽ ഇങ്ങനെ കുറച്ചെടുക്കണം, ഉരുട്ടി കഴിഞ്ഞ് ഇങ്ങനെ വെക്കുക. നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെക്കാം. നമ്മുടെ സ്റ്റൗ ഫ്ലെയിം കൂട്ടി വെക്കാം. ഇനി അടുത്ത എടുക്കാം. അപ്പം ഞാനിതൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ ഗ്രിൽ തവയുടെ പാടുകളാണ് ഇങ്ങനെ കാണുന്നത്. ഇടയ്ക്ക് അല്പം ബ്രഷ് കൊണ്ട് നെയ്യ് പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ് മറിക്കുന്നതിന് മുമ്പ്. അതിനുശേഷം നമുക്ക് മറിക്കാം. അങ്ങനെ നമ്മുടെ സീഖ് കബാബ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനിയും ഒരു 2-3 ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇത് ബാക്കിയുണ്ട്, മിക്സ് ബാക്കിയുണ്ട്. അത് പിന്നീട് ആക്കുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഇതുകൊണ്ട് നിർത്താം. അപ്പോൾ അങ്ങനെ നമ്മളിത് പ്യുവർ നോർത്ത് ഇന്ത്യൻ വിഭവമാണ്. ഇത് ശരിക്കും മുഗളായി ടൈപ്പ് വിഭവമാണ്. കബാബ് എന്ന് പറയുന്നത് എല്ലാം മുഗളായി ആണ്. ഇതിന് അടുത്ത ഒരു സമയം വരുമ്പോൾ ഞാൻ ബോട്ടി കബാബ് കാണിച്ചു തരാം. കബാബിൻ്റെ അകത്ത് കഷ്ണങ്ങൾ തന്നെ ഇട്ടിട്ട് കബാബ് ആക്കുന്നത് അങ്ങനെ കാണിക്കാം. ഇത് സീഖ് കബാബാണ്. സീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതിനാണ് സ്ക്യൂർ എന്ന് പറയുന്നത്. ഇതിൽ കുത്തിയിട്ടുണ്ടാക്കുമ്പോഴാണ് ഇത് സീഖ് കബാബ് ആവുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കഴിക്കുന്നതിന് ഇതിൻ്റെ കൂടെ സാൽസ നമ്മുടെ എന്ന് പറയുന്നത് ഇതുണ്ടല്ലോ, നമ്മുടെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സാൽസ എന്ന് പറയുന്നതും
സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ചേർക്കാം. അതുപോലെ തന്നെ ഇത് തന്തൂരി റൊട്ടി, നമ്മുടെ നാന്, കുൽച്ച വേണ്ട, തന്തൂരി റൊട്ടി, നാന്, ചപ്പാത്തി, പൂരി, ഇതിനോട് എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഏറ്റവും നല്ലത് തന്തൂരി റൊട്ടിക്കാണ് ഇത് ഏറ്റവും യോജിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ മറ്റ് വിഭവങ്ങളും കൂടെ ചേർത്ത് നമുക്ക് കഴിക്കാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഈ വിഭവം ഇവിടെ തീരുകയാണ്. ഇത് ആണ് പേര് ഒന്നുകൂടെ ഓർക്കുക, സീ കബാബ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ കബാബ് എന്നും കൂടെ എഴുതാറുണ്ട്, പക്ഷേ കബാബാണ് ശരിയെന്ന് തോന്നുന്നു, KABAB കബാബ്. അപ്പോൾ ഇന്ന് ഇവിടെ തീരുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങളധികം പ്രയാസമൊന്നുമില്ല ഇത് ഉണ്ടാക്കാൻ. ഈ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഗ്രിൽ പാൻ വേണമെന്നില്ല, നമ്മൾ സാധാരണ പാൻ ഉണ്ടെങ്കിലും മതി, നിങ്ങൾക്ക് ആക്കിയെടുക്കാം. അതല്ല വേറെ എന്തെങ്കിലും മൈക്രോവേവ് അവനിൽ ഭാഗത്തുണ്ടെങ്കിൽ അവനിലും ആക്കിയെടുക്കാം. മൈക്രോവേവ് ചെയ്യാൻ പാടില്ല, മൈക്രോയുടെ അവൻ ഭാഗം വേണം ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇത് തീരുകയാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി പരിശ്രമിക്കുക, ഇതൊന്ന് ഉണ്ടാക്കി നോക്കാൻ പരിശ്രമിക്കുക. ഇതൊക്കെ വലിയ വലിയ ഹോട്ടലുകളിൽ കിട്ടുന്ന ഇതാണ് കേട്ടോ. ഇവിടെയൊക്കെ വലിയ വലിയ ഹോട്ടലിലേ കിട്ടുള്ളൂ. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ വെറുതെ തട്ടുകടയിൽ കൂടെ ഉണ്ടാക്കുന്ന സാധനമാണ്. അതാണ് അവിടുത്തെ പ്രത്യേകത. തട്ടുകടയിൽ കൂടെ ഇത് എല്ലാം കിട്ടും, ഇവിടെ അങ്ങനെ കിട്ടില്ല. അപ്പോൾ ഇത് ഇനി നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പിന്നെ പറയേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൂടി ഇന്നത്തെ പരിപാടി നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ഗുഡ് ബൈ. ജയ് ഹിന്ദ്.